ഒന്നാമത്തെ പ്രവർത്തനം, ഉസ്താദ് വായിക്കുമ്പോൾ കണ്ണടച്ച് ഏറ്റുപറയാൻ. നിങ്ങൾ ഉസ്താദ് വായിച്ചു തരുമ്പോൾ കണ്ണടച്ച് പറയാനാണ് പറയുന്നത്. ഞാൻ സൽസ്വഭാവിയാകും, നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ, സൽസ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കും. 2. ഉത്തരം കണ്ടെത്താം. 1. സൽസ്വഭാവം എന്നാൽ എന്ത്? എന്താണ് സൽസ്വഭാവം? നമ്മൾ പറഞ്ഞുല്ലേ, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയാണ് സൽസ്വഭാവം. 2. ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ. അല്ലെ, നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ എന്താ പറയും? നല്ല ആളാണെന്ന് പറയും. ചീത്ത സ്വഭാവമാണെങ്കിൽ നമ്മൾ ചീത്ത ആളാണെന്ന് പറയില്ലേ. ആൾക്കാരെ വിലയിരുത്തുന്നത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 3. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിനാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും പ്രവർത്തിക്കും വേണ്ടേ? സൽസ്വഭാവിയാവാൻ. 3. വ്യക്തമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യണം. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ എന്താണ്? സൽക്കർമ്മം ചെയ്യണം. മനുഷ്യരോട് ഹാലിക്കൻ നാസ ബിഖുലിഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൽ, മനുഷ്യരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. 2. സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ. എന്താണ് സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ? നമ്മൾ പറഞ്ഞു അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് അത് പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ്? നമുക്ക് സൽസ്വഭാവം സിദ്ധിക്കാം. 4. എഴുതാം, വിലയിരുത്താം. സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ എഴുതുക. ശേഷം അതിൽ എത്ര എണ്ണം നിങ്ങളിൽ ഉണ്ടെന്ന് വിലയിരുത്തുക. സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ എഴുതാനാ പറയുന്നത്. ശേഷം അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളെ സ്വഭാവത്തിൽ ഉണ്ടെന്ന് വിലയിരുത്താനാ പറയുന്നത്. 5. പൂർത്തിയാക്കുക. അല്ലാഹുമ്മ ഹസ്സനത്ത് ഹൽക്കി ഫഹ്സന ഖുലുക്കി. അല്ലാഹുമ്മ ഹസ്സനത്ത് ഹൽക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ് ഫഹ്സന ഖുലുക്കി. 6. ചർച്ച ചെയ്യാം. നിങ്ങളിൽ നല്ല സ്വഭാവങ്ങളും മാറ്റേണ്ടുന്ന സ്വഭാവങ്ങളും അടുത്ത കൂട്ടുകാരോട് ചർച്ച ചെയ്യുക. നിങ്ങളിലുള്ള നല്ല സ്വഭാവങ്ങളും ഇനി എന്തൊക്കെ സ്വഭാവങ്ങളാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാനാണ് പറയണേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയ നോട്ട്സ് കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. നല്ല സ്വഭാവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് സൽസ്വഭാവം എന്നാൽ എന്താണെന്നില്ല. അതിന്റെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. രണ്ടാമതായിട്ട് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ. സൽസ്വഭാവത്തിൽ നമ്മൾ പറഞ്ഞു 11 കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ 4 എണ്ണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇവിടെ ഞാൻ 4 എണ്ണം എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. മൂന്നാമതായി പഠിച്ചു വെക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഏത് പ്രാർത്ഥന? അല്ലാഹുമ്മ ഹസ്സനത്ത് ഹൽക്കി ഫഹ്സന ഖുൽക്കി എന്ന പ്രാർത്ഥന നിർബന്ധമായിട്ടും കാണാതെ തന്നെ പഠിച്ചു വെക്കുക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ. അല്ലെ, 3 ഉപദേശങ്ങൾ ഉണ്ട്. അതില് 1, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. 2, ചീത്ത കാര്യം ചെയ്താൽ ഉടനെ നന്മ ചെയ്യുക. 3, ഹാലിക്കൻ നാസ് ബിഖുലിഖിൻ ഹസൻ. ഹാലിക്കൻ നാസ് ബിഖുലിഖിൻ ഹസൻ എന്നുള്ള അറബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ അതിന്റെ മലയാളം മനസ്സിലാക്കി വെക്കുക. മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക. ആ മലയാളവും ഈ അറബിയും നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉത്തരങ്ങളൊക്കെ കാണാതെ എഴുതി തന്നെ പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.